ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. ഇന്ത്യൻ പൊളിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തു വരുന്നത് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചു അല്ലേ. രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മൾ പഠിച്ചു. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ബ്രിട്ടീഷ് ക്രൗണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിന്യൂഷൻ തന്നെയാണ്, ബട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ, നെഗറ്റീവ് സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോസിറ്റീവ് സൈഡ്സ് ആണ്. അതായത് മറ്റ് ഭരണഘടനകൾ നോക്കുന്ന സമയത്ത് ഈവൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഒരുപാട് ഫീച്ചേഴ്സ്, അതിൽ വരുന്ന ഒരുപാട് വ്യവസ്ഥകൾ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ UK ബന്ധപ്പെട്ട ഭരണഘടന, അമേരിക്കയുടെ ഭരണഘടന, ജർമ്മനിയുടെ ഭരണഘടന, അതുപോലെ അയർലാൻഡിൻ്റെ ഭരണഘടന, ഫ്രാൻസിൻ്റെ ഭരണഘടന, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ നിർമ്മിച്ചൊരു ഭരണഘടനയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ റാഞ്ചിയിട്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചെന്ന അഭിമാനത്തോടു കൂടെ BR അംബേദ്കർ പോലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യും. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം, മറ്റുള്ള ഭരണഘടനയിൽ നിന്നും കടമെടുത്ത് ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണോ എന്നൊക്കെ ചിന്തിക്കാം. അത് മാത്രമല്ല, അല്ലാതെയുള്ള യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അല്ലാതെയുള്ള ഫീച്ചേഴ്സും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. സോ അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, 18 ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല. മിനിമം എന്തായാലും നമുക്ക് 2 ക്ലാസ്സിലൂടെ മാത്രമേ ഈ ഒരു സാലൈൻ ഫീച്ചേഴ്സ്, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട 17 ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മിനിമം 2 ക്ലാസ് കൂടിയേ തീരൂ. സോ അതിൻ്റെ ആദ്യത്തെ പാർട്ടായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അത്രയും രീതിയിൽ നമുക്ക് ക്ലാസ്സുകളുടെ എണ്ണം കുറക്കാം. 2 ക്ലാസ് പറ്റിയാൽ നമുക്ക് ആ ഒരു 2 ക്ലാസ് കൊണ്ട് തന്നെ തീർക്കാം, അല്ലെങ്കിൽ 3 ക്ലാസ് വേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടും മനസ്സിലാവുന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സ്. ഈ ഒരു ഫീച്ചേഴ്സ് ഇനി അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാണ്ട്. അത് നമ്മൾ ആ ഒരു സമയങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതൊക്കെയാണ് ആ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്ന് കൂടെ ഞാൻ ഇവിടെ പറയും. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് കണ്ടന്റ്സ് ആൻഡ് സ്പിരിറ്റ്. എന്താണ് ഇന്ത്യൻ ഭരണഘടന നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളായി കഴിഞ്ഞാലും, അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആയാലും, എന്ത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആ രീതിയിൽ അതിൻ്റെതായുള്ള രീതിയിൽ ഒരു യുണീക്നെസ് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാറുണ്ട് അല്ലേ. ദോ ബോറോഡ് ഫ്രം ഓൾമോസ്റ്റ് എവറി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. നമ്മൾ പറയുന്ന കാര്യമാണ്, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലെയുള്ള മറ്റു വളരെ പ്രധാനപ്പെട്ട ആക്ടിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. So the Constitution of India has several salient features that distinguish it from Constitution of other countries. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭരണഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും ലഭ്യമാണ്. അത്തരത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മറ്റു ഭരണഘടനകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട 17 ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു 17 കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടി വരിക. ആദ്യത്തെ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. എന്താണ് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും. സോ ആ ഒരു കാര്യമാണ് ആദ്യം പഠിക്കാനുള്ളത്. അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലേ, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ
ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ഒരുപാട് കാര്യങ്ങൾ ചേർത്ത ഒരു സമ്മിശ്ര രൂപമാണ് ഇന്ത്യൻ ഭരണഘടന. അതുപോലെ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഒരേ സമയത്ത് തന്നെ എന്താണ് നമ്മുടെ ഭരണഘടന റിജിഡ് ഫോമും ഉണ്ട്, അതുപോലെ ഫ്ലെക്സിബിളും ആണ്. ഓക്കെ, എന്താണ് റിജിഡിറ്റി, എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്, എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പറയും, അതൊക്കെ പറയും, പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടേ പോകും. ബട്ട് ഫെഡറൽ സിസ്റ്റം ഉള്ളപ്പോൾ തന്നെ എന്താണ് ഒരു യൂണിറ്ററി ബയാസ്, ആ രീതിയിലൊരു ചായ്വ് കൂടെ നമുക്കുണ്ടല്ലേ, അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ എന്താണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, എന്താണ് പാർലമെന്റ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് കാര്യങ്ങൾ അവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞാലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇത്തരത്തിലുള്ള പ്രതിനിധികൾ നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലേ. സോ അത്തരത്തിലൊരു അത്തരത്തിലുള്ള ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായുള്ളത്. അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് പാർലമെന്ററി സൊവേർജിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി, നമ്മുടെ സുപ്രീം കോടതി പോലെയുള്ള കോടതികളുടെ ആ ഒരു സുപ്രീമസിയും അതുപോലെ തന്നെ പാർലമെന്റിന്റെ പരമാധികാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെ, ഏകീകൃതവും അതുപോലെ തന്നെ എന്താണ് മറ്റ് എക്സിക്യൂട്ടീവ് ആയാലും ലെജിസ്ലേഷൻ ആയാലും അതിനെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയുള്ള ജുഡീഷ്യറി നമുക്കുണ്ട്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്നത്തെ ക്ലാസ്സിൽ, ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല, അല്ലാതെയും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, സാലൈൻ ഫീച്ചേഴ്സ് എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് പറയാനുണ്ട്. അതുപോലെ DPSP, അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ ആർട്ടിക്കിൾ ആരംഭിക്കുന്ന സമയത്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ആരംഭിക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ DPSP ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ സെക്യുലറിസം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡന്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്, 3 ടയർ ഗവൺമെന്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. സൈലന്റ് ഫീച്ചേഴ്സ് എന്ന രീതിയിൽ പറയണത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് നിങ്ങൾ കാര്യമാക്കണ്ട. നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഫാസ്റ്റായിട്ട് പോയത്. സോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ലോകരാജ്യങ്ങളുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്താണ്? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? റിട്ടേൺ അഥവാ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊന്നെന്താണ്? അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ്? എഴുതപ്പെട്ട ഭരണഘടന, ലിഖിത ഭരണഘടന എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. മലയാളത്തിൽ പറയുന്ന ടേം എന്താണ്? നിങ്ങൾ മലയാളം PSC പരീക്ഷയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ട ലിഖിത ഭരണഘടന എന്ന രീതിയിലൊക്കെ താഴെ പറഞ്ഞ എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫീച്ചർ എന്ന് ചോദിച്ചിട്ട് ലിഖിത ഭരണഘടനയാണ് അല്ലെങ്കിൽ അലിഖിത ഭരണഘടനയാണെന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലേ. സോ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പേര് തന്നെയുണ്ട്. എന്താണ് വ്യത്യാസമെന്ന് ലോകത്തെ ഭരണഘടനകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഒന്ന് എഴുതപ്പെട്ട ഭരണഘടനയും മറ്റൊന്ന് എഴുതപ്പെടാത്ത ഭരണഘടനയും. ലിഖിത ഭരണഘടന അല്ലെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലും അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലും ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയുടെ പറയാം, അല്ലെങ്കിൽ തന്നെ എന്താണ് USA നമുക്ക് പറയാമല്ലോ. ഇവിടെ ഇന്ത്യയുടെ ഓൾറെഡി റിട്ടേൺ ആണ്, അതിലേക്ക് നമ്മൾ വരും. അല്ലെങ്കിൽ എന്താണ് USA റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അൺറിട്ടേൺ ചോദിച്ചു കഴിഞ്ഞാൽ UK ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അൺറിട്ടേൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അൺറിട്ടേൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ പുസ്തക രൂപത്തിൽ തയ്യാറാക്കാത്ത എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അതൊരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിട്ടില്ല എന്നത് മാത്രമേ അവിടെ പ്രത്യേകതയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്ന രീതിയിലൊക്കെ അവിടെ ഭരണഘടന നിലകൊള്ളുന്നുണ്ട്. UK അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്ന രീതിയിലൊക്കെ ഭരണഘടന നിലകൊള്ളുന്നുണ്ട്. ബട്ട് എന്താണ്? അത് എഴുതി ചേർത്തിൽ ഒരു പുസ്തക രൂപത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അത്ര മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രീവിയസിൽ വന്ന മറ്റൊരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നമ്മുടെ ഒരേ ഒരു ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ലെങ്തിയസ്റ്റ്
കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ വരും അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് നിലവിൽ വരുന്ന സമയത്ത് 395ഓളം ആർട്ടിക്കിൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ 8ഓളം ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, 22ഓളം പാർട്സ് ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ വേർഡ്സ്, നമ്പർ ഓഫ് വേർഡ്സ് 1,00,000 മേലെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, അത്രയും നീളമേറിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്താണ് 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് വന്നു എന്ന് വെച്ചാൽ 4 കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഇത്രയും ആനയുടെ കണക്ക് വലിപ്പത്തിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഭൂമിശാസ്ത്രപരമായുള്ള ഘടകങ്ങൾ പറയാം, രാജ്യത്തിന്റെ വിശാലത, വൈവിധ്യം. സോ ഒന്നെന്താണ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമല്ലോ. എന്താണെന്ന് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വിശാലത വരുന്നുണ്ട്, വൈവിധ്യം വരുന്നുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ പറയുന്ന ഭരണഘടന തയ്യാറാക്കാൻ. അതുപോലെ എന്താണ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് വരും അല്ലെ. ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് വരും എന്ന് പറയുമ്പോൾ ചരിത്രപരമായുള്ള കാര്യങ്ങൾ. ചരിത്രപരമായുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതിന് മുൻപ് വന്നില്ല, ചരിത്രത്തിൽ അതിന് മുൻപ് വന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറൌണ്ട് 50% കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. സോ എന്താണ്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്വാധീനിച്ചിട്ടുണ്ട്. സോ അതെന്താണ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടർ എന്ന രീതിയിൽ ചരിത്രപരമായുള്ള ഘടകം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു റീസൺ ആണ്, നമ്മുടെ സ്റ്റേറ്റിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സെൻട്രലിനായി കഴിഞ്ഞാൽ എന്താണ്, ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. സ്റ്റേറ്റിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കർണാടകയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലാണോ? അല്ല, സെൻട്രലിനായാലും സ്റ്റേറ്റിനായാലും ഏത് സ്റ്റേറ്റിനായി കഴിഞ്ഞാലും ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്കുള്ളൂ. സോ ഇത്രയും വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ഇത്രയും വലിയ ആ ഒരു ടെറിട്ടറിയെ പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആവശ്യമായിട്ട് വരും അല്ലേ. സോ മൂന്നാമത്തെ കാര്യം എന്താണ്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരൊറ്റ ഭരണഘടന എന്ന രീതിയിലാണ് നമ്മൾ ഭരണഘടന തയ്യാറാക്കിയത്. അതുപോലെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിറ്റിസിസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമവിദഗ്ധരല്ലേ, ഒരുപാട് ആളുകളുണ്ട്, ലോയേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, പൊളിറ്റീഷ്യൻസും ലോയേഴ്സും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഭരണഘടന നിയമനിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ഒരുപാട് അല്ലെങ്കിൽ അവരുടെ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ലോയേഴ്സ്, പൊളിറ്റീഷ്യൻസിന് ഡൊമിനേഷൻ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ എന്താണ്, നിയമവിദഗ്ധർ ഒരുപാട് വരുന്ന സമയത്ത് ഒരാൾ ഒരു 10 നിയമം വെച്ചിട്ട് ഒരു 100 പേര് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ 1000 നിയമങ്ങളായല്ലേ. സോ ഇത്തരത്തിൽ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് നിയമത്തെപ്പറ്റി നല്ല രീതിയിൽ അറിവുള്ള ആളുകളാണ്. സോ അവർ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്താണ്, നമ്മുടെ ഭരണഘടന നല്ല രീതിയിൽ ലെങ്ത് ഉള്ള ഭരണഘടന അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ഭരണഘടനയായിട്ട് മാറി, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതാണ് 4 ഫീച്ചേഴ്സ്, അതായത് 4 കാരണങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഇത്രയും വലുതാവാനുള്ള 4 കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വൈവിധ്യം, വിശാലത പറയാം. മറ്റൊന്ന് ചരിത്രപരമായുള്ള ഘടകങ്ങളായിട്ടുള്ള അതിന് മുൻപ് വന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പോലെയുള്ള ആക്ടൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരൊറ്റ ഭരണഘടന എന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അതുപോലെ നിയമ പ്രഗത്ഭരുടെയൊക്കെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഡൊമിനേഷൻ, ആധിപത്യമൊക്കെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഭരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, വിശദമായിട്ടൊരു ഭരണ വ്യവസ്ഥ കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. വെറും ഭരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വയ്ക്കുന്നത്, മറിച്ച് ഭരണത്തിന്റെ വിശദമായുള്ള ഭരണ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സോ അതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ലെങ്ത് കൂടിക്കോളും അല്ലെ. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകൾ ഒഴിവാക്കിയ പല കാര്യങ്ങളും നമ്മൾ വിടാതെ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യായമായതും അല്ലാത്തതുമായുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സോ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് മാറാനുള്ള കാരണങ്ങളായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ റീസൺ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. സ്ലൈഡിലേക്ക് പോവാം. കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു റിട്ടേൺ ലൈക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അൺറിട്ടേൺ ലൈക്ക് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക്
ഭരണഘടനയെ രണ്ടായിട്ട് തരംതിരിക്കുക അല്ലെ, എഴുതപ്പെട്ട ഭരണഘടനയും അല്ലെങ്കിൽ എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടന, ഒരു പുസ്തക രൂപത്തിൽ വരാത്ത ഭരണഘടനയാണ് നമ്മൾ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ വിളിക്കുന്നത്. എക്സാമ്പിൾ ചോദിച്ചാൽ താഴെ പറഞ്ഞ ഏതൊക്കെയാണ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ബ്രിട്ടനും ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെയും എന്താണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന രീതിയിൽ എഴുതി വെക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അലിഖിത ഭരണഘടനയാണ് അല്ലെങ്കിൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ബട്ട് അമേരിക്കയുടെ USA കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇന്ത്യയുടേതുപോലെ തന്നെ റിട്ടേൺ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലെങ്തിയസ്റ്റ് ഓൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തെ ഏത് ലിഖിത ഭരണഘടന എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, അതൊക്കെ ചെറുതാണ്. കാരണം എന്താണ്, ലോകത്തെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന് നമുക്ക് അഭിമാനിക്കാം അല്ലെ. ഇറ്റ് ഈസ് വെരി കോംപ്രഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്. എന്താണ്, വെറും അടിസ്ഥാന തത്വങ്ങൾ മാത്രം പറഞ്ഞു പോകുകയല്ല, ഭരണപരമായുള്ള കാര്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല, വിശദമായിട്ട് ഭരണവ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്നുകൂടെ എഴുതി ചേർത്തത് കൊണ്ട്, ഇലാബറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭരണഘടന എന്താണ് ഇത്രയും ലെങ്തിയസ്റ്റ് ആയിട്ട് പോയത്. 1949 കാലഘട്ടം അല്ലെങ്കിൽ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എന്താണ് നമുക്കുണ്ടായിരുന്നത്, ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395ഓളം ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 22ഓളം പാർട്സ് ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എത്ര വലുതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പയർ ചെയ്തിട്ട് എത്ര ആർട്ടിക്കിൾ അവർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി 2021 സ്പെഷ്യൽ പ്രസന്റ് കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രിയാമ്പിൾ അവിടെ തന്നെയുണ്ട്. 470ഓളം ആർട്ടിക്കിൾ നമുക്കുണ്ടല്ലേ. എത്ര പാർട്ടുണ്ട്, 22 പാർട്ട് എന്നുള്ളത് 25 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ടും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. 8 ഷെഡ്യൂൾ എന്നുള്ളത് 12 ഷെഡ്യൂളായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഓരോ ഷെഡ്യൂൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകെ ചർച്ച ചെയ്യാനുമുണ്ട്. ക്ലിയർ ആണല്ലോ. 395 ആർട്ടിക്കിൾ 470ഓളം ആർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ട്. 22 പാർട്ട് 25 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. 8 ഷെഡ്യൂൾ 12 ഷെഡ്യൂളായിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ ഒരു കാര്യം. ദ വേരിയസ് അമെൻമെന്റ്സ് ക്യാരിഡ് ഔട്ട് സിൻസ് 1951 ഡിലീറ്റഡ് അബൌട്ട് 20 ആർട്ടിക്കിൾസ് ആൻഡ് 1 പാർട്ട് ആൻഡ് ആഡഡ് 95 ആർട്ടിക്കിൾസ് 4 പാർട്ട് ആൻഡ് 4 ഷെഡ്യൂൾ. എന്താണ്, 20ഓളം ആർട്ടിക്കിളും ഒരു പാർട്ടും 1951 തൊട്ടിട്ട് ഡിലീറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഡിലീറ്റ് ആക്കിയെന്ന് കരുതിയിട്ട് പുതുതായിട്ട് ആഡ് ചെയ്തില്ലെന്ന് വിചാരിക്കരുത്. പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട. 20ഓളം ആർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്തു, ഒരു പാർട്ടും 7ാമത്തെ പാർട്ടും ഡിലീറ്റ് ചെയ്യേണ്ട. അത് നമ്മൾ പാർട്ട് പറയുന്ന സമയത്ത് ഡിലീറ്റഡ്, ഒമിറ്റഡ് എന്നൊക്കെ നമ്മൾ അവിടെ പറയും. ഓക്കെ, 95ഓളം ആർട്ടിക്കിൾ അവിടെ ആഡ് ചെയ്തു അല്ലേ. 95ഓളം ആർട്ടിക്കിൾ അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, 4 പാർട്ട് എന്ന് പറയുമ്പോൾ 4A വന്നിട്ടുണ്ട്, അതുപോലെ 9A വന്നിട്ടുണ്ട്, 9B വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 14A വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിൽ എന്താണ് 4 പാർട്ട് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾസ് 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് 12 9, 10, 11, 12 പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ആന്റി ഡിഫെക്ഷൻ ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. സോ അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കോഡൊക്കെ വെച്ച് തന്നെ നമ്മൾ പഠിച്ചു പോകും. സോ ഇവിടെ ഇത്ര മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും വന്ന മാറ്റം എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നോ അതർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഹാസ് സോ മെനി ആർട്ടിക്കിൾ ആൻഡ് ഷെഡ്യൂൾ. നമുക്ക് പറയുന്നത് പോലെ 12ഓളം ഷെഡ്യൂൾസും അതുപോലെ തന്നെ 400 മേലെ ആർട്ടിക്കിൾസും ഉള്ള മറ്റൊരു രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് കൂടെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു യുണീക്കായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. 4 ഫാക്ടേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ദ എലിഫന്റിയൻ സൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആന കണക്കിനുള്ള വലിപ്പത്തിന് 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണല്ലേ. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ വാസ്റ്റ്നെസ് ഓഫ് കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇത്രയും വിശാലമായുള്ള രാജ്യം എന്ന പ്രത്യേകതയൊക്കെ കാരണമാണ്, ആ ഒരു ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് കാരണമാണ് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിർമ്മിക്കേണ്ടി വന്നത്. നെക്സ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 വിച്ച് വാസ് ബൾക്കി. അത്രയും വലിയൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ. 1935 വളരെ ചരിത്രപരമായ രേഖയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അതിലേക്ക് നയിച്ച ഒരുപാട് കാരണങ്ങൾ കൂടെയുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് കാരണം എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വലുതാവാനുള്ള മറ്റൊരു കാരണമായി. അതുപോലെ എന്താണ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോത്ത് സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾക്ക് ആയിക്കഴിഞ്ഞാലും യൂണിയൻ ആയാലും ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. സോ എല്ലാ കാര്യങ്ങളും കൂടെ അവിടെ പറഞ്ഞു വയ്ക്കും എന്താണ്, ആ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലുതായിട്ട് മാറും അല്ലേ. അതുപോലെ ഡൊമിനൻസ് ഓഫ് ലീഗൽ ലുമിനറീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ് ലീഗൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ
ലോയേഴ്സ് ഒക്കെ എന്താണ്, ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. സോ ഇവർ ഉപയോഗിച്ച ഭാഷയെ നമുക്ക് മനസ്സിലാവാതായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഒരുപാട് ലീഗൽ ലുമിനറീസ് അല്ലെങ്കിൽ ലോയേഴ്സ് ഒക്കെ അവിടെ ഭാഗമായിരുന്നു. സോ അവരെന്താണ്, അവർ ഈ നിയമങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നിട്ട് എന്താണ്, അത് വളരെ വലിയൊരു ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുകയും ചെയ്തു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് നോട്ട് ഓൺലി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണൻസ് ബട്ട് ഓൾസോ ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്. എന്താണ്, ഭരണപരമായുള്ള അടിസ്ഥാന തത്വങ്ങൾ മാത്രമല്ല, എങ്ങനെ ഭരിക്കണം, ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് കൂടെ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. സോ ഇതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇവിടെ ഞാൻ തന്നതുപോലെ ഇവിടെ ഞാൻ ആകെ 17 ഫാക്ടേഴ്സ് മാത്രമേ തന്നു അല്ലേ. ഇതിന് അണ്ടറിൽ ആലോചിച്ച് നോക്കി, ഇതുപോലെ ഓരോരോ ഫാക്ടർ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് അണ്ടറിൽ എന്താണ് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും ഈ ഒരു കാര്യം നമ്മൾ 2 സ്ലൈഡ് തീർത്തത് ഇവിടെ 20-30 സ്ലൈഡ് നമുക്ക് വേണ്ടി വരും അല്ലേ. സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലുതായത്. Further, those matter which in other modern democratic countries have been left to the ordinary legislation or established political conventions have been also included in the constitutional document itself in India. അതായത് മറ്റ് രാജ്യങ്ങളിൽ ഓർഡിനറി ലെജിസ്ലേഷന് വിട്ടുകൊടുത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ഒഴിവാക്കിയുള്ള പല കാര്യങ്ങളും എന്താണ്, ആവശ്യമായിട്ടുള്ളതും അല്ലാത്തതുമായുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാലക്രമേണ ഭേദഗതികൾ വരുത്തിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. സോ ഇതാണ് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും പ്രീവിയസിൽ വന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്താണ്, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് അല്ലേ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞുള്ള കാര്യമാണ്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ആക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുന്നത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലുള്ള ആക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്താണ് ബോറോ ചെയ്തു അല്ലെങ്കിൽ കടമെടുത്ത ഫീച്ചേഴ്സാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, മറ്റു രാജ്യങ്ങൾ മാത്രമല്ല 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 250ഓളം വ്യവസ്ഥകൾ എന്താണ് 250ഓളം വ്യവസ്ഥകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും എന്താണ് 250ഓളം വ്യവസ്ഥകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ക്രിറ്റിസിസം ഓർമ്മയുണ്ടോ, കാർബൺ കോപ്പി ഓഫ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് എന്തുകൊണ്ട് പറഞ്ഞു, ഇത്തരത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും നമ്മൾ കടമെടുത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണം നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. അതുപോലെ ലോകത്തിലെ എല്ലാ ഭരണഘടനകളും റാഞ്ചിയ ശേഷമാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തങ്ങൾ തയ്യാറാക്കി എന്ന രീതിയിൽ കൂടെ അഭിമാനത്തോടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ലോകത്തിലുള്ള എല്ലാ ഭരണഘടനകളും റാഞ്ചിയ ശേഷമാണ് തങ്ങൾ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ അഭിമാനത്തോടു കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ലോകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ഭരണഘടനകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. സോ ഇവിടെ എന്താണ്, ഘടനാപരമായുള്ള ഭാഗങ്ങൾ സ്ട്രക്ചറൽ പാർട്സ് നമ്മൾ നോക്കുകയാണ്. ഘടനാപരമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഘടനാപരമായുള്ള ഭാഗങ്ങൾ കൂടുതൽ നമ്മൾ കടമെടുത്തുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ഇനി നമ്മൾ ഫിലോസഫിക്കൽ പാർട്ട് നോക്കുകയാണെങ്കിൽ ഫിലോസഫിക്കൽ പാർട്ട് നമ്മൾ കടമെടുത്തുള്ളത് പ്രധാനമായിട്ട് USA അതുപോലെ അയർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ് ഏത് രാജ്യത്തു നിന്നാണ്, US അമേരിക്കയിൽ നിന്നുമാണല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് റഷ്യ, അത് മാറിപ്പോയത്, നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും പറയും ഈ ഒരു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ DPSP പോലെയുള്ള ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പോലെയുള്ള ഫിലോസഫിക്കൽ ഐഡിയോളജീസ് ഇവിടെ നിന്നാണ് അതൊക്കെ വന്നത്. അയർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളാണല്ലേ. അയർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഫിലോസഫിക്കൽ പാർട്ട് വന്നത്. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ട് വന്നു. പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായുള്ള പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ്, ക്യാബിനറ്റ് ഗവൺമെന്റ്, അതുപോലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്, UK നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. സോ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കണം. സ്ട്രക്ചറൽ പാർട്ട് കടമെടുത്തുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ഫിലോസഫിക്കൽ പാർട്ട് കടമെടുത്തുള്ളത് റഷ്യ അല്ല, അമേരിക്ക അയർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ. അതിൽ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് അമേരിക്കയിൽ നിന്നും DPSP അയർലാൻഡിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി ഏത് രാജ്യത്തു നിന്നുമാണ്, UK നിന്നുമാണ് നമ്മൾ കടമെടുത്തുള്ളത്. ഇതുകൂടാതെ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, കാനഡ,
ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ, ഫ്രാൻസ്, അയർലാൻഡ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു കടമെടുക്കാൻ സ്വാധീനിച്ചിട്ടുള്ള ആക്ട് ഏതാണെന്ന് വെച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തത്. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യസ് ബോറോഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേരിയസ് അതർ കൺട്രീസ് ആസ് വെൽ ആസ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. മറ്റു രാജ്യങ്ങളിൽ നിന്നും 60ഓളം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും മെജോറിറ്റി 250ഓളം വ്യവസ്ഥകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ പ്രൗഡ്ലി അക്ലെയിംഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഫ്രെയിംഡ് ആഫ്റ്റർ റാൻസാക്കിംഗ് ഓൾ ദ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. അഭിമാനപൂർവ്വം തന്നെ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനയുടെ ആർക്കിടെക്ചറൊക്കെ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആശയങ്ങൾ റാഞ്ചിയ ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയതെന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ദ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ is to a large extent derived from the Government of India Act of 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് ഘടനാപരമായുള്ള ഭാഗം അല്ലെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അല്ലേ. അതിന്റെ മെജോറിറ്റി ഭാഗങ്ങൾ, ഭൂരിഭാഗം കാര്യങ്ങളും എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്, 1935 നിന്നുമാണ് നമ്മൾ കടമെടുത്ത ഘടനാപരമായുള്ള ഭാഗം നോക്കിയാൽ. ഇനി എന്താണ് ഫിലോസഫിക്കൽ പാർട്ട് അല്ലേ? ദ ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ദ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അങ്ങോട്ടേക്ക്. ഡിറൈവ്ഡ് ദ ഇൻസ്പിറേഷൻ ഫ്രം അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്റ്റീവ്ലി. ഇവിടെ എന്താണ് ഫിലോസഫിക്കൽ പാർട്ടിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ USA അഥവാ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ അയർലാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കടമെടുത്തത്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ട് അല്ലെ, രാഷ്ട്രീയപരമായുള്ള പാർട്ട് എന്താണ്? The principle of cabinet government and the relationship between the executive and legislature have been largely drawn from British constitution. ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, UK കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്യാബിനറ്റ് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബന്ധവും കാര്യങ്ങളൊക്കെ നമ്മൾ കടമെടുത്തുള്ളത്. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. The other provision of the constitution have been drawn from the constitution of Canada, ഓസ്ട്രേലിയ, ജർമ്മനി, USSR, ഇന്നത്തെ റഷ്യ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഈ ഒരു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാജ്യങ്ങളുടെയും കടമെടുത്ത ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഷിഫ്റ്റിലെങ്കിലും കാണാൻ പറ്റുന്ന ചോദ്യമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും, കോടൊക്കെ വെച്ച് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പറഞ്ഞിട്ട് അത് പോകും. അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പറയാം. ഇവിടെ ജസ്റ്റ് സാലന്റ് ഫീച്ചേഴ്സ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ആൻഡ് മെറ്റീരിയൽ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ജിയോ ആക്ട് 1935. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, ഒരൊറ്റ ശാസ്ത്രം ഉത്തരം പറയാം. എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണെന്ന് പറയാം അല്ലേ. ദ ഫെഡറൽ സ്കീം, ജുഡീഷ്യറി, ഗവർണേഴ്സ്, എമർജൻസി പ്രൊവിഷൻ, ദ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് ആർ ഡ്രോൺ ഫ്രം ദ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓരോന്നോരോന്ന് നമുക്ക് പറയാനുണ്ടല്ലേ, ആ സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ആ ഒരു കാര്യങ്ങൾ. മോർ ദാൻ ഹാഫ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഐഡന്റിക്കൽ ടു ഓർ ബിയർ എ ക്ലോസ് റിസംബ്ലൻസ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതുകൊണ്ടാണ് കാർബൺ കോപ്പി എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആരാണ് തയ്യാറാക്കിയത്? ബ്രിട്ടീഷുകാരാണ് തയ്യാറാക്കിയത് അല്ലേ. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ക്രിറ്റിസിസം നേരിട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി അല്ലെ. എന്താണ് റിജിഡിറ്റിയും അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി അതുപോലെ ബ്ലെൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി അല്ലെ. റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? റിജിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾ ഫ്ലെക്സിബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആണ്, ഡാൻസ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആണെന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് നമ്മുടെ ശരീരം എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ ശരീരം എന്താണ്, നമുക്ക് കാലുകൾ നിവർത്താനോ അല്ലെങ്കിൽ കൈകൾ ഉയർത്താനോ അല്ലെങ്കിൽ ശരീരം വളച്ചെടുക്കാനോ ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാറുണ്ട് അല്ലേ. റിജിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? റിജിഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം കമ്പാരിങ് ടു ഫ്ലെക്സിബിൾ ബോഡി കമ്പയർ ചെയ്യുന്ന സമയത്ത് റിജിഡ് എന്താണ്, നമുക്ക് ആ രീതിയിൽ നമ്മൾ വിചാരിച്ചതുപോലെ എന്താണ് വളച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. നമ്മളൊരു ഇരുമ്പ് കമ്പി അതുപോലെ തന്നെ ഒരു റബ്ബറും എടുത്തു കഴിഞ്ഞാൽ എന്താണ്, റബ്ബർ ഫ്ലെക്സിബിൾ ആണെന്നും ഇരുമ്പ് കമ്പി ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീച്ചറാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും വിത്ത് ലിറ്റിൽ എഫേർട്ട്. റിജിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വളരെയധികം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ വളരെയധികം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും അല്ലേ. ഒരു സോളിഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റീൽ എന്താണ്, സ്റ്റീൽ നമുക്ക് വളയ്ക്കണമെങ്കിൽ അതിന് വേണ്ട ഫോഴ്സ്, അത്രയും ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഒരു റബ്ബർ ബാൻഡ് വളയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്, വളരെ കുറഞ്ഞ എഫേർട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി അല്ലേ. ഇത് എന്താണ് റിജിഡ്, എന്താണ് ഫ്ലെക്സിബിൾ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന സമയത്ത്
ഭേദഗതികൾ നടപ്പിലാക്കാനുള്ള ആ ഒരു കഴിവിനെയാണ്, അതായത് അമെൻമെന്റ്സ് നടപ്പിലാക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? നമ്മൾ റിജിഡിറ്റി അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയത്ത് റിജിഡുമാണ്, അതുപോലെ തന്നെ എന്താണ്, ഒരേ സമയത്ത് ഫ്ലെക്സിബിളുമാണെന്ന രീതിയിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതായത് ഭരണഘടന, ഏതൊരു ഭരണഘടന എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് റിജിഡ് ടൈപ്പ് എന്നും ഫ്ലെക്സിബിൾ ടൈപ്പ് എന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഇന്ത്യയുടെ മാത്രമല്ല ഏത് ഭരണഘടന എടുത്തു കഴിഞ്ഞാലും എന്താണ്, അതിന് നേരത്തെ റിട്ടേൺ ആൻഡ് അൺറിട്ടേൺ എന്ന് പറഞ്ഞതുപോലെ ഭരണഘടന നമുക്ക് എന്താണ്, റിജിഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് റിജിഡ് എന്നും എന്താണ് ഫ്ലെക്സിബിൾ എന്നും ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ. റിജിഡ് ആയിട്ടുള്ള ഭരണഘടന നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, അറിയാമോ ഏതാണെന്ന എക്സാമ്പിൾ? എന്ന റിജിഡ് പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, വിചാരിച്ചതുപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത ഭരണഘടനയാണ് അമേരിക്കയുടെ US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി വിചാരിച്ചതുപോലെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? UK ആണല്ലേ. UK ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, UKയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ വിചാരിച്ചതുപോലെ പെട്ടെന്ന് നമുക്ക് ഭേദഗതികൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നത്. സോ ഭരണഘടന എന്താണ്? റിജിഡ് എന്നും ഫ്ലെക്സിബിൾ എന്ന രീതിയിൽ, ടൈപ്പ് എന്ന രീതിയിൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഭേദഗതിക്ക് പ്രത്യേക തരം സ്പെഷ്യൽ മെജോറിറ്റി പോലുള്ള കാര്യങ്ങൾ നടപടി ആവശ്യമാണെങ്കിൽ അത്തരം ഭരണഘടനയെ നമ്മൾ എന്ത് രീതിയിൽ വിളിക്കും? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും അല്ലെ. അമേരിക്കയുടെ അങ്ങനെയാണ്. അമേരിക്കയിൽ ഓൾറെഡി ഉള്ള ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മളൊരു സ്റ്റീലിനെ വളയ്ക്കാനുള്ള എഫേർട്ട് അല്ലെ, സ്റ്റീല് വളയ്ക്കാൻ എന്താണ് കുറച്ചധികം എഫേർട്ട് ഇടണം. എന്നാൽ നേരെ മറിച്ചിട്ട് UKയുടെ കാര്യത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഭേദഗതികൾ, അമെൻമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതായത് ഫ്ലെക്സിബിൾ ആണ്. റബ്ബറിനെ നമ്മൾ വളക്കുന്നത് പോലെ എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കിത് വളക്കാൻ വേണ്ടി സാധിക്കും. അത് ഏത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയാണ് ഫ്ലെക്സിബിൾ? UKയുടേതാണ്. ഇന്ത്യയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇന്ത്യ റിജിഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. സോ രണ്ടിനെയും മിഡിലായിട്ടാണ് നമ്മുടെ ഇന്ത്യ വരുന്നത് അല്ലേ. സോ ഫ്ലെക്സിബിൾ ആണ്. ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് നമ്മളെന്താണ് സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയൊക്കെ തന്നെ അല്ലെങ്കിൽ സാധാരണ ഓർഡിനറി നിയമങ്ങൾ കൊണ്ടുവരുന്നത് പോലെ തന്നെ ഭേദഗതി വരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇനി എന്താണ്, കോംപ്ലിക്കേറ്റഡ് ഉള്ള പാർലമെന്റൊക്കെ ഒരുപാട് അനുമതിയൊക്കെ കാത്തിരുന്ന് ചിലപ്പോൾ ജോയിൻ സീറ്റിംഗ് ഒക്കെ ചെയ്തു വന്ന മെജോറിറ്റിയിലൊക്കെ കാര്യമായിട്ട് 2/3 മെജോറിറ്റി ഒക്കെ വേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട്. സോ അത്തരത്തിൽ എന്താണ്, അത്തരത്തിൽ റിജിഡുമാണ് അതുപോലെ ഫ്ലെക്സിബിളുമാണ്. ഒരേ സമയം റിജിഡും ഒരേ സമയം ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു ഭരണഘടനയെ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ തരംതിരിക്കാം. റിജിഡ് ടൈപ്പും അതുപോലെ ഫ്ലെക്സിബിൾ ടൈപ്പ് എന്ന രീതിയിൽ നമുക്ക് ഭരണഘടനയെ തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. അമെൻമെന്റ് പ്രൊസീജിയറിന്റെ ബേസിസിലാണ് ഈ പറയുന്ന റിജിഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിളും നമ്മൾ പറയുന്നത്. ഭേദഗതിക്ക് അമെൻമെന്റിന് പ്രത്യേക തരം നടപടി ആവശ്യമാണെങ്കിൽ അതിന് നമ്മൾ റിജിഡ് അല്ലേ. റിജിഡ് എന്ന് പറയുമ്പോൾ ഓർക്കാൻ എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ അല്ലെങ്കിൽ കമ്പിയെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അത് വളയ്ക്കാൻ വേണ്ടി അതിന് രൂപമാറ്റം കൊണ്ടുവരാൻ ഭേദഗതി വരുത്താൻ വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടേണ്ടതായിട്ട് വരും അല്ലേ. നേരെ മറിച്ച് എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിനെന്താണ് അതിന്റെ രൂപമാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇതാണ് ഇത്തരത്തിൽ അമെൻമെന്റ് രാജ്യത്തിന്റെ ഭേദഗതി നിയമങ്ങളുടെ ഭേദഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കോംപ്ലക്സിനനുസരിച്ച് എത്രത്തോളം കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ആണെന്ന് അടിസ്ഥാനത്തിലാണ്, പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന റിജിഡും ഫ്ലെക്സിബിളും നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ രണ്ടിന്റെയും ബ്ലെൻഡ് ഫോം ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. റിജിഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെ നമ്മുടെ അമെൻമെന്റ്സ്, ഇന്ത്യയിലെ അമെൻമെന്റ്സ്, പ്രധാനപ്പെട്ട അമെൻമെന്റ്സ് ടൈപ്പ് നോക്കിയാൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ സിമ്പിൾ മെജോറിറ്റിയോടുകൂടെ പാസ്സാക്കാൻ പറ്റുന്ന നിയമങ്ങൾ വരുന്നുണ്ട് അല്ലെ, ഭേദഗതികൾ വരുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുള്ള ഭേദഗതികൾ വരുന്നുണ്ട്. അതുപോലെ ആബ്സല്യൂട്ട് മെജോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ വരുന്നുണ്ട്. അതുപോലെ എഫക്റ്റീവ് മെജോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പറയും. ഇവിടെ ഞാൻ ആകെ സിമ്പിൾ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റിയും മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. സോ എന്താണ് റിജിഡിറ്റി, എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് മനസ്സിലായല്ലോ. ഭരണഘടനയുടെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ആപ്ലിക്കബിൾ ആകുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സ്ലൈഡ് നോക്കുമ്പോൾ പഠിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഓൾസോ ക്ലാസിഫൈഡ് ഇൻറ്റു റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. എന്താണ് റിജിഡ് എന്നും എന്താണ് ഫ്ലെക്സിബിൾ എന്ന് മനസ്സിലായല്ലോ. റിജിഡ് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്റ്റീൽ ഓർത്ത് വെച്ചാൽ മതി. സ്റ്റീലിന് നമുക്ക് എന്താണ് രൂപമാറ്റം വരുത്തണമെങ്കിൽ കുറച്ചധികം എഫേർട്ട് ഉണ്ട് അല്ലേ. നേരെ മറിച്ച് ഫ്ലെക്സിബിൾ എന്താണ്, നിങ്ങളൊരു റബ്ബർ ബാൻഡ് ഓർത്ത് വെച്ചാൽ മതി. റബ്ബർ ബാൻഡ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അല്ലേ, നിവർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും റബ്ബർ ബാൻഡിനെ. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് റാ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. സെയിം കാര്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഭേദഗതിയിലേക്ക് ഒരു നിയമം, ഓൾറെഡി ഉള്ള നിയമത്തിന് എന്താണ് ഭേദഗതിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് അമെൻമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുന്ന സമയത്ത് അത് റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അത്തരം രാജ്യങ്ങൾ എന്താണ്, അത്തരം രാജ്യങ്ങളുടെ ഭരണഘടനയെ നമുക്ക് റിജിഡ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫ്ലെക്സിബിൾ എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഒരുപാട് സമയമെടുക്കും, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഈ ഒരു അമെൻമെന്റിന് ഉണ്ടെങ്കിൽ അത്തരം
ഭരണഘടന എന്താണ് നമുക്ക് റിജിഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആയുള്ള ആ രീതിയിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. റിജിഡുമാണ്, ഒരേ സമയം ഫ്ലെക്സിബിളുമാണ്, ഒരേ സമയം റിജിഡുമാണ് അല്ലേ. എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ദാറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ പ്രൊസീജിയർ. എന്താണ് സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഇറ്റ്സ് അമെൻമെന്റ് ആസ് ഇറ്റ് ഫോർ എക്സാമ്പിൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇത്തരത്തിൽ സ്പെഷ്യൽ പ്രൊസീജിയർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭേദഗതികൾ സാധ്യമാവത്തുള്ളൂ. ഇനി എന്താണ് ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഓൺ ദ അതർ ഹാൻഡ് is one that can be amended in the same manner as the ordinary laws. അതായത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. ആർ മെയ്ഡ് ആസ് ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ ഭരണഘടന റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ, അതിൻ്റെ ഒരു ബ്ലൻഡ് ഫോം ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ ബട്ട് സിന്തസിസ് ഓഫ് ബോത്ത്. രണ്ടിനെയും എന്താണ് ഒരു മിശ്ര രൂപമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 368 ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി, ഈ രീതിയിൽ നമുക്ക് എന്താണ് ഈ രീതിയിൽ ഭേദഗതികൾ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അല്ലേ. എല്ലാം പറയുന്നില്ല. ആർട്ടിക്കിൾ 368 പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു ഭേദഗതികൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്താണ് some provisions can be amended by a special majority of the parliament. That means 2/3 majority of the members of each house present and voting and a majority of total membership of each house. നമുക്ക് എന്താണ് ചില ഭേദഗതികൾ, ചില കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി, പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് എന്താണ്, അതായത് 2/3 മെജോറിറ്റി വേണം. അവിടെ ആ ഒരു പാർലമെന്റിൽ അന്ന് പ്രസന്റ് ആയിട്ടുള്ള ആളുകളും അതുപോലെ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയും 2/3 മെജോറിറ്റി വേണം. അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ ഹൗസിന്റെ ഇത്ര ശതമാനം മെജോറിറ്റി വേണം എന്നതിലും പറയുന്നുണ്ട് അല്ലേ. സോ ഇവിടെ എന്താണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രൊസീജിയറാണ്. ഈ പറഞ്ഞതുപോലെ 2/3 കിട്ടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൂടാതെ ടോട്ടൽ ഹൗസിന്റെ എന്താണ് ഇത്ര മെജോറിറ്റി 50% മെജോറിറ്റി നേടുക എന്ന് പറയുന്നത് എന്താണ് കുറച്ചുകൂടെ പ്രശ്നം കൂടിച്ചുള്ള കാര്യമാണല്ലേ. Some other provisions can be amended by a special majority of parliament and with ratification by half of the ടോട്ടൽ സ്റ്റേറ്റ്. എന്താണ് ചിലത് ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയും ചെയ്യുന്ന ഭേദഗതികളും വരുന്നുണ്ടല്ലോ. സോ ഇത്തരത്തിലുള്ള ഭേദഗതികൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെജോറിറ്റി ഒക്കെ നമ്മൾ അങ്ങോട്ടേക്ക് എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ രീതിയിൽ മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇതെന്താണ് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണ് റിജിഡ് ആണെന്നാണ് സ്പെഷ്യൽ മെജോറിറ്റി ഉദ്ദേശിക്കുന്നത് അല്ലേ. റിജിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം പണിയുണ്ട്, കുറച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്താണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, രൂപമാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി എന്താണ് ഇനി സ്പെഷ്യലിന്റെ കേസിൽ പറയുമ്പോൾ ടു പാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ ഇൻ രാജ്യസഭ ഇൻ അഡീഷൻ ടു ഗെറ്റ് ദ സപ്പോർട്ട് ഫ്രം 50% മെമ്പർ ദ ബിൽ ഷുഡ് ബി ഫേവേർഡ് മോർ ദാൻ 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇത് നേരത്തെ സ്പെഷ്യൽ മെജോറിറ്റിയാണ് പറഞ്ഞത്. അതായത് നമ്മൾ രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. ആ ബില്ല് എന്താണ്, ആ ബില്ല് നിയമമാണെങ്കിൽ ആ ഒരു പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് 50% മെമ്പേഴ്സ്, രാജ്യസഭയിൽ 50% മെമ്പേഴ്സ് അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രം പോരാ, സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അവിടെ എന്താണ് അന്ന് പ്രസന്റ് ആയിട്ടുള്ളതും അതുപോലെ വോട്ടിങ്ങിൽ താല്പര്യമുള്ളതായിട്ടുള്ള ആളുകളുടെ 2/3 മെജോറിറ്റി നമുക്ക് കിട്ടണം അല്ലേ. 3 പേരുണ്ടെങ്കിൽ അവിടെ 2 പേരെങ്കിലും എന്താണ് അതിനെ അംഗീകരിച്ചിരിക്കണം. അതാണ് നമ്മുടെ സ്പെഷ്യൽ മെജോറിറ്റി വരുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് അറ്റ് എ സെയിം ടൈം സം പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഫ്ലെക്സിബിൾ ആണല്ലേ. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ഇൻ ദ മാറ്റർ ഓഫ് ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. സാധാരണ വരുന്ന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്താണ് ഇത്തരത്തിൽ സിമ്പിളാണ്. അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും കൊണ്ടുവരാറില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ ആവശ്യപ്പെടാറുള്ളൂ. സിമ്പിൾ മെജോറിറ്റി റെഫേഴ്സ് ടു ദ മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അന്നത്രയാണോ ആ ഒരു പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രസന്റ് ആയിട്ടുള്ളത്, അതുപോലെ അതിൽ വോട്ട് ചെയ്യാൻ താല്പര്യം എത്ര പേർക്കുണ്ട്, അവരുടെ എന്താണ് 50% സിമ്പിൾ മെജോറിറ്റി മതി. അല്ലാതെ 2/3 മെമ്പർഷിപ്പും നമുക്ക് അംഗീകാരമൊന്നും വേണമെന്നില്ല. simple majority when the constitution of the law do not specify the type of majority needed, the simple majority is considered for the voting. നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട് ഏത് തരം മെജോറിറ്റി വേണമെന്ന് പറയുന്നില്ലെങ്കിൽ ആദ്യം കൺസിഡറേഷൻ പോകുന്നത് എന്തിനാണ് സിമ്പിൾ മെജോറിറ്റിക്കാണ് കൺസിഡറേഷൻ പോകുന്നത്. നോട്ടബിളി ദീസ് അമെൻമെന്റ് ഡു നോട്ട് കം അണ്ടർ ദ ആർട്ടിക്കിൾ 368. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ് ആർട്ടിക്കിൾ 362 നമ്മൾ എന്താണ് ഭേദഗതികളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. സോ സിമ്പിൾ മെജോറിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ ആർട്ടിക്കിൾ 362 അണ്ടറിൽ വരുന്നില്ല. എക്സാമ്പിൾ നോക്കുമ്പോൾ എന്താണ് കൺസിഡർ സിറ്റുവേഷനിൽ ലോക്സഭ ഓൺ എ പർട്ടിക്കുലർ ഡേ ഔട്ട് ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് 545 ലോക്സഭയുടെ 545 സ്ട്രെങ്ത്
അവിടെ 45 ആൾ ആബ്സെന്റ് ആണെന്ന് ചിന്തിക്കണം. 100 പേരെന്താണ് 100 പേർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ വോട്ടിങ്ങിൽ നിന്നും വിട്ടു നിൽക്കുന്നു. സോ 540 45 പോയി 500 അവിടെ 100 പേര് താല്പര്യമില്ല, 400 പേരാണല്ലേ. സോ 400 പേര് അവിടെ എന്താണ് പ്രസന്റുമാണ്, അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ അവരുടെ 50% മെജോറിറ്റി എന്ന് പറയുമ്പോൾ 50% അല്ലെ, 200 201 ആൾ, മിനിമം 201 ആളെങ്കിലും അവിടെ എന്താണ് അവിടെ അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ദ സിമ്പിൾ മെജോറിറ്റി ഈസ് 50% ഓഫ് 400+, അതായത് 200 പ്ലസ് 1 നമുക്കിവിടെ വരുന്നത്. ഓർഡിനറി ബിൽസ് നീഡ് ടു ബി പാസ്ഡ് വിത്ത് എ സിമ്പിൾ മെജോറിറ്റി ഇൻ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ബിഫോർ ഇറ്റ് സെൻഡ് ടു ഇന്ത്യൻ പ്രസിഡന്റ് ഫോർ ഹിസ് അസൈൻ. ഓർഡിനറി ബില്ല് എന്താണ്, പ്രസിഡന്റ് ഒപ്പുവെച്ച് ആ ഒരു ബില്ല് നിയമമാവുന്നതിന് മുൻപ് എന്താണ് ഈ പറഞ്ഞതുപോലെ ബോത്ത് ഹൗസ്, രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും അതിന് സിമ്പിൾ മെജോറിറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കേണ്ടതുണ്ട്. എ നമ്പർ ഓഫ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ 2 ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 പറയുന്ന പല കാര്യങ്ങളും ഓവർകം ചെയ്തുകൊണ്ടെന്നാണ് നമുക്ക് ഈ ഒരു സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് പല കാര്യങ്ങളും, പല പ്രൊവിഷൻസും നമുക്ക് എന്താണ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമുക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഈ 4ാമത്തെ ഫീച്ചറിലാണ് നമ്മൾ വരുന്നത്, ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. എന്താണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് കേന്ദ്രം, അതുപോലെ സംസ്ഥാനം, പ്രാദേശികം, ആ രീതിയിൽ ഗവൺമെന്റ് അധികാരം പങ്കിട്ട് നൽകുന്നുണ്ടല്ലേ. കേന്ദ്ര സെൻട്രൽ ലെവലിൽ ഒരു ഗവൺമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഒരു മന്ത്രിസഭ വരുന്നുണ്ട്, അതുപോലെ പ്രാദേശികപരമായിട്ട് എന്താണ് അധികാരം വരുന്നുണ്ട്. ഇത്തരത്തിൽ ഭരണം പങ്കിടുന്നതിനെയാണ് നമ്മൾ സംയുക്ത ഭരണ വ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം എന്ന പേരിൽ വിളിക്കുന്നത്. എന്താണ് ഫെഡറൽ സിസ്റ്റം? കേന്ദ്രം, സംസ്ഥാനം, അതുപോലെ പ്രാദേശിക ഗവൺമെന്റ് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് ഫെഡറൽ സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഫെഡറൽ ഭരണരീതിയാണല്ലേ. സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രിമാരും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വരുന്നുണ്ട്, സെൻട്രൽ പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വരുന്നുണ്ട്, അതുപോലെ പ്രാദേശികപരമായിട്ട് ആ ഒരു അധികാര കാര്യങ്ങളും പങ്കിടുന്നുണ്ട് അല്ലേ. ബട്ട് അതേസമയം തന്നെ നമുക്ക് നമുക്കൊരു സ്ട്രോങ് സെന്ററും വരുന്നുണ്ട് അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് എന്താണ് കുറച്ച് അധികാരങ്ങൾ കുറച്ച് കൂടുതലുണ്ട്, സ്ട്രോങ് ആയുള്ള സെന്ററാണ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും കൂടുതൽ അധികാരങ്ങൾ വരുന്നുണ്ട് അല്ലേ. സോ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അധികാരങ്ങൾ കൂടുതൽ വരുന്നു എന്ന് പറയുന്നത് യൂണിറ്ററി ഫീച്ചറാണ്. ഓക്കെ, ഫെഡറൽ സിസ്റ്റം, യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാനാണ് പറയുന്നത്. ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റ് എന്താണ് അധികാരം ഒരേ രീതിയിൽ പങ്കിടുകയാണ് അല്ലേ. ഒരേ രീതി എന്ന് പറയുമ്പോൾ ഒരേ അധികാരങ്ങളെന്നല്ല. സോ എല്ലാവരും എന്താണ് അധികാരത്തിന്റെ കാര്യങ്ങൾ എല്ലാവരും പങ്കിട്ടെടുക്കുകയാണ്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര മന്ത്രിസഭ നോക്കുന്നു, സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന മന്ത്രിസഭ നോക്കുന്നു, അതുപോലെ പ്രാദേശിക മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങൾ നോക്കുന്നു. ബട്ട് ഒരേ സമയം തന്നെ എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്ററി ഫീച്ചേഴ്സ് കൂടി ഉണ്ടല്ലോ. സെൻട്രൽ ഗവൺമെന്റ് സ്ട്രോങ് സെന്റർ ആണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ കേട്ടിട്ടില്ല, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഫീച്ചേഴ്സിൽ നമ്മൾ പറയുന്നുണ്ട്, അത് അങ്ങോട്ടേക്ക് നമ്മൾ പറയും എന്തായാലും. സോ ഇത്തരത്തിൽ ഭരണഘടനയിൽ എന്താണ് ഒരു ഫെഡറൽ ഭരണ സംവിധാനം വരുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്കൊരു ശക്തമായൊരു കേന്ദ്രം വരുന്നുണ്ട് അല്ലേ. ഫെഡറൽ സിസ്റ്റത്തിന് ആ ഒരു അധികാരവുമായിട്ട് ബന്ധപ്പെട്ട പോലെ തന്നെ എന്താണ് നമുക്കൊരു യൂണിറ്ററി സിസ്റ്റം വരുന്നുണ്ട് അല്ലേ. യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫെഡറൽ സിസ്റ്റത്തിന് വ്യത്യസ്തമായിട്ട് എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിന് നിലനിർത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബട്ട് അതേ സമയത്ത് എന്താണ് ഫെഡറൽ സ്ട്രക്ചർ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് രണ്ട് സർക്കാരിന്റെ ഫെഡറൽ സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് രണ്ട് സർക്കാർ സെൻട്രൽ ലെവലിലും വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിലും വരുന്നുണ്ട്. അതുപോലെ അധികാരം വിഭജിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് രേഖാമൂലമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഭരണഘടനയുടെ പരമാധികാരം നമുക്ക് ലഭ്യമാണ്. ഭരണഘടന കാഠിന്യമുള്ള ഒരു ഭരണഘടനയാണ്. സ്വതന്ത്രമായിട്ടൊരു ജുഡീഷ്യറി, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ജുഡീഷ്യൽ ലെജിസ്ലേഷന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ഉണ്ട്. ദ്വിസഭകൾ വരുന്നുണ്ട് അല്ലെ. ദ്വിസഭകൾ എന്താണ്? ദ്വിസഭകൾ നമ്മുടെ പാർലമെന്റിലായാലും ഇനി ചില സംസ്ഥാനങ്ങളായിട്ടും ഈ ഒരു ദ്വിസഭകൾ നമുക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളും നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് എന്താണ് ശക്തമായുള്ളൊരു കേന്ദ്രം, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് സംസ്ഥാനങ്ങളെ ഗവർണേഴ്സിന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു, അഖിലേന്ത്യാ സർവീസ് വരുന്നു, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി തുടങ്ങിയ യൂണിറ്ററി ഫീച്ചേഴ്സ് കൂടെ നമുക്ക് ലഭ്യമാണ്. സോ എന്താണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് അധികാര വിഭജനമാണല്ലേ. സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിലുള്ള അധികാര വിഭജനം വരുന്നുണ്ട്. അതേസമയം തന്നെ എന്താണ് സെൻട്രൽ സ്ട്രോങ് ആണ്, കുറച്ചുകൂടെ പവേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും ഈ ഒരു ഫെഡറേഷൻ എന്ന് പറയുന്ന ടേം നമ്മുടെ ഭരണഘടനയിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഭരണഘടനയിൽ എന്താണ് ഫെഡറേഷൻ എന്ന് പറയുന്ന പദം അവിടെ സൂചിപ്പിച്ചിട്ടേയില്ല. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 1 പ്രകാരം എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മുടെ ഇന്ത്യയെ വിളിക്കാറുണ്ട് അല്ലെ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത് ഇന്ത്യൻ ഫെഡറേഷൻ എന്നത്
സംസ്ഥാനങ്ങൾ എന്ന ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സും കാര്യങ്ങൾ എന്താണ്? ഒരു കരാറിന്റെയും ഫലമല്ല അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ഫെഡറേഷൻ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വേർപിരിയാനുള്ള അധികാരവും കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടില്ല. ഓക്കെ, ആ രീതിയിൽ ആർട്ടിക്കിൾ 1 ബന്ധപ്പെട്ട കാര്യം കൂടെ ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല, അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. സ്ലൈഡിലേക്ക് കാര്യങ്ങൾ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. എന്താണ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ യൂഷ്വൽ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറേഷൻ. ഫെഡറേഷന്റെ യൂഷ്വൽ ഫീച്ചേഴ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് ഫെഡറേഷന്റെ യൂഷ്വൽ ഫീച്ചേഴ്സ്? 2 ഗവൺമെന്റ്, സംസ്ഥാനങ്ങളും സെൻട്രലും അല്ലേ. ഡിവിഷൻ ഓഫ് പവേഴ്സ്, അവർക്കിടയിൽ പവേഴ്സ്, അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്നു. ഒരു എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടി സാധിക്കും, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു ഭരണഘടനയുടെ പരമാധികാരം വരുന്നുണ്ട് അല്ലെ. റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റിജിഡ് ആയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡുമാണ് ഫ്ലെക്സിബിളുമാണ് ഒരേ സമയത്ത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എന്താണ്? എക്സിക്യൂട്ടീവ് ആയാലും മറ്റു വിഭാഗങ്ങളിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബൈക്യാമറലിസം, അതിപ്പോൾ രാജ്യസഭ ലോക്സഭ പോലുള്ള ബൈക്യാമറലിസം വരുന്നുണ്ട്. ഇനി ചില സംസ്ഥാനങ്ങൾ എന്താണ്? MLC MLA മാർ അല്ലേ, ലെജിസ്ലേറ്റീവ് കൗൺസിലും വരുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വരുന്നുണ്ട്. അത്തരത്തിൽ ബൈക്യാമറലിസം നമ്മുടെ ഇന്ത്യക്ക് ലഭ്യമാണ്. ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെയാണ്, ഫെഡറേഷനെയാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം തന്നെ നമുക്ക് എന്താണ്? യൂണിറ്ററി ഓർ നോൺ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ. ഹൗവർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് യൂണിറ്ററി ഓർ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ്. അതെന്തൊക്കെയാണ്? എ സ്ട്രോങ് സെന്റർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ റിജിഡുമാണ്, അതേസമയത്ത് എന്താണ്? ഫ്ലെക്സിബിളുമാണ് അല്ലേ. അത് യൂണിറ്ററി ഗവൺമെന്റ് ഫീച്ചറാണ്, യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. അതുപോലെ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി വരുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ സെൻട്രൽ. സെൻട്രൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് വരുന്നുണ്ട്. എമർജൻസി പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. സോ 2 ഫീച്ചർ നമുക്ക് ബ്ലെൻഡ് ആയിട്ട് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. മോർ ഓവർ ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾ അരിച്ചു പെരുക്കി നോക്കിയാൽ പോലും ഫെഡറേഷൻ എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചോളും. ഓക്കെ, ആർട്ടിക്കിൾ 1 ഓഫ് ഓൺ ദ അതർ ഹാൻഡ് ഡിസ്ക്രൈബ്സ് ഇന്ത്യാസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താണ്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട് അല്ലേ. സോ ഒരു ഫെഡറേഷൻ എന്നൊക്കെ പറയുമ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് നോട്ട് ദ റിസൾട്ട് ഓഫ് അഗ്രിമെന്റ് ബൈ ദ സ്റ്റേറ്റ്സ്. നമ്മളെന്താണ്? കേരളം ഈ ഒരു സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഒത്തുപോയിക്കോളാം എന്ന രീതിയിൽ എവിടെയെങ്കിലും കരാറുണ്ടോ? ഒന്നുമില്ല, കരാറും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്താണ്? പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് അല്ലേ. അതുപോലെ നോ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു സീഡ് ഫ്രം ദ ഫെഡറേഷൻ വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാനങ്ങൾക്കും അധികാരവുമില്ല അല്ലേ. ആ രീതിയിൽ കൂടെ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണം. ഇനി ഈ ഒരു ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ഫെഡറൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഫെഡറൽ ഇൻ ദ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. എന്താണ്? നമ്മൾ നോക്കുന്ന സമയത്ത് ഫെഡറൽ ഇൻ ഫോം ആണ്. അവിടെ എന്താണ്? ഒരു സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, അതുപോലെ സംസ്ഥാനങ്ങൾ അധികാര വിഭജനം വരുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ എന്താണ്? സ്ട്രോങ് സെൻട്രൽ വരുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഗവർണേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ്? യൂണിറ്ററി സ്പിരിറ്റും വരുന്നുണ്ട്. അതായത് ക്വാസി ഫെഡറൽ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ക്വാസി ഫെഡറൽ ആണ്. ഫെഡറൽ കംപ്ലീറ്റ് ആയിട്ട് ഫെഡറൽ സിസ്റ്റം അല്ല, കംപ്ലീറ്റ് ആയിട്ട് യൂണിറ്ററി സിസ്റ്റം അല്ല, ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കാമെന്ന് ആര് പറഞ്ഞു? KC വേറെ പറഞ്ഞു. ആരാണ്? KC വേറെ പറഞ്ഞ കാര്യമാണ്. ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, അതായത് ക്വാസി ഫെഡറൽ ആണ് ഇന്ത്യൻ ഭരണഘടന എന്ന് KC വേറെ പറഞ്ഞു. ക്വാസി ഫെഡറൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. യൂണിറ്ററി ഫീച്ചറും വരുന്നുണ്ട്, അതുപോലെ ഫെഡറൽ സിസ്റ്റവും വരുന്നുണ്ട്. രണ്ടും വരുന്നത് കൊണ്ടാണ് ക്വാസി ഫെഡറൽ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. KC വേറെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അതുപോലെ ബാർഗെയിനിങ് ഫെഡറലിസം ബൈ മോറിസ് ജോൺസ് എന്ന് പറഞ്ഞു. ബാർഗെയിനിങ് ഫെഡറലിസം ആണ് അല്ലേ. ഫെഡറലിസത്തിന് വേണ്ടി നമ്മളെന്താണ്? ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെഡറലിസം നമുക്ക് ലഭിച്ചില്ല, യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മോറിസ് ജോൺസ് പറഞ്ഞു. അതുപോലെ കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണപരമായുള്ള ഫെഡറലിസം ആണുള്ളത്, കംപ്ലീറ്റ് ഫെഡറലിസം അല്ലെന്ന് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസി. എന്താണ്? ഫെഡറൽ സിസ്റ്റം ഉണ്ട്, ബട്ട് ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ട്. യൂണിറ്ററി ഫീച്ചേഴ്സ് കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഐവർ ജെന്നിങ്സ് പറഞ്ഞു. സോ ഓരോരുത്തർ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. എന്താണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട് അല്ലേ. ആ ഒരു സിസ്റ്റത്തെ നമ്മൾ പാർലമെന്റ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. രാജ്യസഭ, ലോക്സഭ. ഇനി സംസ്ഥാനങ്ങൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്? അസംബ്ലി വരുന്നുണ്ട് അല്ലേ. സോ അത്തരത്തിലൊരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലൊരു ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയും പരാമർശിക്കുന്നത്. സോ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി സഭയാണല്ലേ. അവരുടെ ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് ഈ ഒരു പാർലമെന്റിന്റെ ചുമതല. പാർലമെന്റിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ ചുമതല വരുന്നത്. സോ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. സോ അവരെങ്ങോട്ടേക്ക് പോകുന്നു? പാർലമെന്റിലേക്ക് പോകുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ നിയമനിർമ്മാണം
നടപ്പിലാക്കുന്നു. നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് കടമെടുത്തുള്ളത് UK ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നുമാണ്, അല്ലാതെ അമേരിക്കയിൽ നിന്നുമല്ല. അമേരിക്കയിൽ ആക്ച്വലി ഉള്ളത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിന് പകരം എന്താണ് നമ്മൾ UK ബ്രിട്ടീഷ് പാർലമെന്ററി ഭരണ സംവിധാനമാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അല്ലേ. നമ്മുടെ മുന്നിൽ 2 ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ USA പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ UK പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് തിരഞ്ഞെടുത്തു? നമ്മൾ UK അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്ററി ഭരണ സംവിധാനമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പാർലമെന്ററി ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ലെജിസ്ലേഷനും അതുപോലെ എക്സിക്യൂട്ടീവും തമ്മിലുള്ള സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, ആ ഒരു തത്വത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ. അതായത് അവിടെ എന്താണ്? ലെജിസ്ലേഷൻ വരുന്നുണ്ട്, എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. തമ്മിൽ എന്താണ്? രണ്ടും പരസ്പര സഹകരണത്തോടെ, നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എക്സിക്യൂട്ടീവ് എന്താണ്? ഒരു പരസ്പര സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ലെജിസ്ലേഷന്റെയും എക്സിക്യൂട്ടീവിന്റെയും തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തത്വത്തിലാണ് ഈ പറയുന്ന പാർലമെന്ററി ഫോം വരുന്നെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രസിഡൻഷ്യൽ ഫോം വരുന്നത്. രണ്ടും തമ്മിൽ എന്താണ്? അധികാര വിഭജനം. പാർലമെന്റിൽ എന്താണ്? ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവുമായിട്ടുള്ള അധികാര വിഭജനത്തിന്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പ്രസിഡൻഷ്യൽ ഫോം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ ഒരു പേര് കൂടെ വിളിക്കാറുണ്ട്, വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഗവൺമെന്റ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് വെസ്റ്റ് മിനിസ്റ്റർ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ്? വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഗവൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ്? അത് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ആ രീതി കൂടെ കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് സംസ്ഥാന തലങ്ങളിലും ഈ ഒരു പാർലമെന്ററി ഫോം ഉണ്ടല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ. കേരളത്തിലൊക്കെ MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ MLC ബൈക്യാമലിസം വരുന്നുണ്ട്, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വരുന്നുണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ വരുന്നുണ്ട് അല്ലേ. സോ ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സംസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് ഹെഡായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് നിർബന്ധമായിട്ട് വേണം. ഇനി സെൻട്രലിന്റെ കാര്യം നോക്കുമ്പോൾ ഹെഡായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ നിർബന്ധമായിട്ട് അവിടെ വരണം അല്ലേ. സോ ആ രീതി കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി സഭ നമുക്ക് ഈ ഒരു പാർലമെന്ററി ഫോമിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ ഈ ഒരു പ്രതിനിധി സഭ അല്ലെങ്കിൽ ആ അധികാരത്തിൽ വന്ന മന്ത്രിസഭ ആരാണോ അവർക്ക് എന്താണ്? അധികാരം നഷ്ടമാവുന്ന സാഹചര്യം ഈ പറയുന്ന പാർലമെന്ററി ഫോമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ആ രീതി കൂടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് ഓർത്തു വയ്ക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് India has opted for British parliamentary system of government rather than American presidential system of government. എന്താണ്? നമ്മുടെ മുന്നിൽ 2 ചോയ്സ് വന്നു. എന്ത് വേണം നിങ്ങൾക്ക്? അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ട്, അവിടെ എന്താണ്? അവിടെ പ്രെഡിസീസേഴ്സ് എന്ന രീതിയിൽ മൊണാർച്ച് ഒക്കെ വരുന്നുണ്ട്. അതിന് പകരം എന്താണ്? ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വരുന്നുണ്ട് അല്ലെ. ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങളായിട്ട് തെരഞ്ഞെടുത്തുള്ള ആ ഒരു പ്രതിനിധികൾ പാർലമെന്റിലേക്ക് വരികയാണ്. സോ നമ്മൾ എന്ത് തെരഞ്ഞെടുത്തു? ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് നമ്മൾ തെരഞ്ഞെടുത്തു. The parliamentary system is based on the principle of cooperation and coordination between the legislative and executive organs. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളിലെ നമ്മുടെ കിഡ്നിയും അതുപോലെ തന്നെ ഹാർട്ടും എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പാർലമെന്ററി ഫോമിന്റെ വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ്. ഒന്ന് ലെജിസ്ലേറ്റീവും മറ്റൊന്നെന്താണ്? എക്സിക്യൂട്ടീവും അല്ലേ. സോ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും പരസ്പര സഹകരണത്തോടുകൂടെ കോർഡിനേഷനോടുകൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതാണ് എന്തിലർത്ഥമാക്കുന്നത്? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അല്ലേ. വൈൽ ദ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഡോക്ട്രൈൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ 2 ഓർഗൻസ്. ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ പവർ വേറെ, ലെജിസ്ലേഷന്റെ പവർ വേറെ, രണ്ടിനും 2 രീതിയിൽ പവർ നൽകിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പവേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കോർപ്പറേഷൻ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് സെപ്പറേഷൻ ആണ് ഈ പറയുന്ന presidential form of government വരുന്നത്. The parliamentary system is also known as West Minister Model Government, Responsible Government and Cabinet Government. ഇതൊക്കെ എന്തൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ട് പാർലമെന്ററി സിസ്റ്റം? അങ്ങനെയും ചോദ്യങ്ങൾ വരാം. വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും ക്യാബിനറ്റ് ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എല്ലാം എന്താണ്? എല്ലാം പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് തന്നെയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് ദ പാർലമെന്ററി സിസ്റ്റം നോട്ട് ഓൺലി അറ്റ് ദ സെന്റർ ബട്ട് ഓൾസോ അറ്റ് ദ സ്റ്റേറ്റ്സ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമല്ലോ നമ്മുടെ സംസ്ഥാനങ്ങളിലും അതുപോലെ സെൻട്രലും ഈ പറഞ്ഞ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് കാണാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ എ പാർലമെന്ററി സിസ്റ്റം ദ റോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഹാസ് ബിക്കം സോ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ദെയർഫോർ ഇറ്റ് കോൾഡ് പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ്. എന്താണ് ഈ പറയുന്ന പാർലമെന്റ് സിസ്റ്റത്തിൽ സെൻട്രൽ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പ്രൈം മിനിസ്റ്റർ ആണ് ആ രീതിയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനൊക്കെ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററും അതുപോലെ സംസ്ഥാനങ്ങളുടെ കേസിൽ നോക്കുമ്പോൾ എന്താണ് അവിടെ ചീഫ് മിനിസ്റ്ററും നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ദ ഫീച്ചേഴ്സ് ഓഫ്
പാർലമെന്ററി ഗവൺമെന്റ് ഇൻ ഇന്ത്യയിലെ പാർലമെന്ററി ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് പ്രസൻസ് ഓഫ് എ നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. എന്താണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതുപോലുള്ള ആളുകൾ, അതുപോലെ പ്രസിഡന്റ്, നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ മെജോറിറ്റി പാർട്ടി റൂൾ, ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം, വ്യക്തമായുള്ള ഭൂരിപക്ഷം ലഭിക്കുന്നത് ആ ഒരു പാർട്ടി ഭരിക്കും അല്ലെ. ഇനി ഭൂരിപക്ഷം നഷ്ടമായാലോ? ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ അവിടെ ഡിസൊല്യൂഷൻ നടക്കും അല്ലെ. സോ അതും ഇവിടെ വരുന്നുണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേഷൻ. എന്താണ്? എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനും പരസ്പര സഹകരണത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. മെമ്പർഷിപ്പ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ ലെജിസ്ലേഷൻ. എന്താണ്? ഈ നിയമനിർമ്മാണ സഭകളിൽ ആര് ഭാഗമാവുന്നുണ്ട്? മിനിസ്റ്റേഴ്സ് ഭാഗമാവുന്നുണ്ട്. ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ. സംസ്ഥാനങ്ങളിൽ ചീഫ് മിനിസ്റ്റർ ലീഡറായിട്ട് വരുന്നു. സെൻട്രൽ പ്രൈം മിനിസ്റ്റർ ലീഡറായിട്ട് വരുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്. ലോക്സഭ എന്താണ്? നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. ലോക്സഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ട് രാജ്യസഭ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമുക്ക് അസംബ്ലി നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ലെജിസ്ലേറ്റീവ് കൗൺസിലും അതുപോലെ തന്നെ രാജ്യസഭയെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് എ സോവറിൻ ബോഡി ലൈക്ക് ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റ് പോലെ ഇന്ത്യൻ പാർലമെന്റ് എന്താണ്? ഒരു സോവറിൻ ബോഡി അല്ല എന്ന് പറയുന്നുണ്ട്. പാർലമെന്ററി ഗവൺമെന്റ് കമ്പൈൻഡ് വിത്ത് ആൻ എലക്ടഡ് പ്രസിഡന്റ് അറ്റ് ദ ഹെഡ്. അവിടെ എന്താണ്? അവിടെ ഒരു എലക്ടഡ് പ്രസിഡന്റ് വരുന്നുണ്ട് അല്ലെ. ഒരു പ്രസിഡന്റ് വരുന്നുണ്ട്. റിപ്പബ്ലിക് എന്ന രീതിയിൽ ഒരു പ്രസിഡന്റ് അവിടെ എലക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. Even though the Indian parliamentary system is largely based on the British pattern, there are some fundamental difference between two. ഈ ഒരു രണ്ട് ഏതാണ്ട് ഒരുപോലെ ആണെങ്കിൽ പോലും എന്താണ്? അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്റ് സിസ്റ്റം ആണെങ്കിൽ പോലും അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഇന്ത്യൻ പാർലമെന്റ് നോട്ട് എ സോവറിൻ ബോഡി. ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് ദ സുപ്രീം ലോ മേക്കിംഗ് ബോഡി. അവിടെ എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് അല്ല കാര്യമായിട്ട് ലോ മേക്കിംഗ് ചെയ്യുന്നത്. അവിടെ എന്താണ്? ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതി പോലുള്ള അധികാര സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെ. നോട്ട് എ സോവറിൻ ബോഡി. ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു പരമാധികാര ബോഡി അല്ല വരുന്നത്. ഇത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ചർച്ച ചെയ്യാനുണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഫർദർ, ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഇലക്ടഡ് ഹെഡ് റിപ്പബ്ലിക്, വൈൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് എന്താണ്? ഹെറിഡിറ്ററി ആയിട്ടാണ് ബ്രിട്ടീഷ് സ്റ്റേറ്റിൽ വരുന്നത്. മൊണാർച്ചാണ് അവിടെ വരുന്നത്. ഇന്ത്യയെ പോലെ എന്താണ്? ഒരു ഇലക്ടഡ് ആയിട്ടുള്ള ഹെഡ് വരുന്നില്ല. ഇൻ പാർലമെന്ററി സിസ്റ്റം വെദർ ഇന്ത്യ ഓർ ബ്രിട്ടൻ, ദ റോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ ഹാസ് ബിക്കം സോ സിഗ്നിഫിക്കന്റ് ആൻഡ് ക്രൂഷ്യൽ ദാറ്റ് ദ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ലൈക്ക് ടു കോൾ പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ്. എന്താണ്? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റ് സിസ്റ്റത്തെ ആ ഒരു ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ് എന്ന പേരിലാണ് വിളിക്കാറുള്ളത് അല്ലെ. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് സിന്തസിസ് ഓഫ് പാർലമെന്ററി സൊവേജിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി ആണ് അല്ലെ. ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സുപ്രീമസിയും അതുപോലെ തന്നെ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട പരമാധികാരം എത്ര എക്സ്റ്റെൻഡിൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്, അതുകൂടിയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും പരമാവധി ഇത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്താണ് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവേജിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരം സിദ്ധാന്തം നമ്മൾ UK ആയിട്ടും അതുപോലെ ജുഡീഷ്യൽ മേധാവിത്വം നമ്മൾ USA ആയിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ് പാർലമെന്റിന്റെ ആ ഒരു കാര്യങ്ങൾ UK-യുമായിട്ടും ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ സുപ്രീമസി എന്നാണ് UK-യുമായിട്ട് ബന്ധപ്പെട്ടല്ല USA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തില്ല അല്ലെ. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിലെ പാർലമെന്റ് സിസ്റ്റം UK-യിൽ നിന്ന് വ്യത്യസ്തമായതുപോലെ തന്നെ ജുഡീഷ്യൽ സിസ്റ്റം അമേരിക്കയിൽ ഉള്ളതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാണ്. ആർട്ടിക്കിൾ 21 ഒക്കെയാണ് ഇതിന് കാരണം. ആ ഒരു പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അതിനെതിരായിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡ്യൂ പ്രസ് ഓഫ് ലോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കാരണമാണ് ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്താണ്? ഇന്ത്യൻ ഭരണഘടന കുറച്ചുകൂടെ ഒന്ന് ഇടുങ്ങിയ രീതിയിൽ ഈ ഒരു ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമീപനം വരുന്നത്. ഓക്കെ, ആ രീതിയിൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് എന്നാൽ നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. ദ ഡോക്ട്രൈൻ ഓഫ് സോവേജിനിറ്റി of parliament is associated with the British parliament, while the principle of judicial supremacy with the American Supreme Court. എന്താണ്? രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. സോവേജിനി ഓഫ് പാർലമെന്റ് എന്താണ്? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്നാണ് കടമെടുത്തത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എവിടുന്നാണ്? അവിടെ പാർലമെന്റിന് കുറച്ചുകൂടി അധികാരങ്ങൾ വരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നുമാണ് കടമെടുത്തത്. ബട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പോലെ അത്രത്തോളം സോവേജിനിറ്റി നമുക്ക് വരുന്നില്ലെന്നും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൈൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ജുഡീഷ്യൽ സുപ്രീമസി, ജുഡീഷ്യറി എന്താണ്? ജുഡീഷ്യറി മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ അമേരിക്കയുടെ സുപ്രീം കോടതി കണ്ടിട്ടാണ് കടമെടുത്തത്. ജസ്റ്റ് ആസ് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ഡിഫർ ഫ്രം ബ്രിട്ടീഷ് സിസ്റ്റം, ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നാറോവർ ദാൻ വാട്ട് എക്സിറ്റ്സ് ഇൻ US. അതായത് നമ്മുടെ ബ്രിട്ടന്റെ പാർലമെന്ററി ഫോം തന്നെയാണ് നമ്മൾ കടമെടുത്തതെങ്കിൽ പോലും അത് രണ്ടും നമ്മൾ ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും ആ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സുപ്രീം കോടതി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തതെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാര്യമായുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ കുറച്ചുകൂടി ഇടുങ്ങിയ രീതിയിലാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ടും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇടുങ്ങിയ രീതിയിൽ എന്ന് പറയുമ്പോൾ
അമേരിക്കയെ കമ്പയർ ചെയ്യുമ്പോഴാണ്. ദിസ് ഈസ് ബിക്കോസ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ അഗെയിൻസ്റ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ കണ്ടെയ്ൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല, ഓരോ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് പ്രൊസീജിയറും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇന്ത്യൻ ഭരണഘടന ആ ഒരു നിയമനിർമ്മാണവും കാര്യങ്ങളും നടപ്പിലാകത്തുള്ളൂ. ബട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ്, ബ്രിട്ടനിലെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഒക്കെ ലഭ്യമാണ്. സോ അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നാറോർ ആക്കാൻ വേണ്ടി കാര്യമായിട്ട് റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. Therefore, the framers of Indian Constitution have preferred a proper synthesis between British principle of parliamentary sovereignty and the American principle of judicial supremacy. എന്താണ്, അതായത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കൾ എന്താണ്, UK പാർലമെന്റിന്റെ പരമാധികാരത്വവും അതുപോലെ അമേരിക്കയുടെ ജുഡീഷ്യൽ സുപ്രീമസിയും തമ്മിൽ ശരിയായുള്ളൊരു സമന്വയത്തിലൂടെയാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകിയുള്ളത്. രണ്ടിനെയും എന്താണ്, വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ഒഴിവാക്കുകയും ചെയ്തു. ആ രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന വരുന്നത്. ദ സുപ്രീം കോർട്ട് ക്യാൻ ഡിക്ലെയർ പാർലമെന്ററി ലോസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ത്രൂ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ വെച്ചിട്ട് എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ വെച്ചിട്ട് സുപ്രീം കോടതിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കാം അല്ലെ. അതുപോലെ തന്നെ പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ മേജർ പോർഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ. പാർലമെന്റ് എന്താണ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഉപയോഗിച്ചിട്ട് ഓൾറെഡി ഉള്ള നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്താനുള്ള അധികാരവുമുണ്ട്. സോ ഇതാണ് നമുക്ക് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവേർജിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി പറയുന്നത്. ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ പാർലമെന്റിന്റെ പരമാധികാരം നമ്മൾ കടമെടുത്തത് UK നിന്നുമാണ്. ബട്ട് UK-യും ഇന്ത്യയുമായിട്ട് ആ ഒരു പരമാധികാരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജുഡീഷ്യൽ സുപ്രീമസി നമ്മൾ അമേരിക്കയുടെ സുപ്രീം കോടതി കണ്ടിട്ടാണ് കടമെടുത്തത്. ബട്ട് അമേരിക്കയുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെയും കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. അമേരിക്ക കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ചുകൂടെ ഇടുങ്ങിയ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ആ രീതി കൂടെ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഈ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഫ്രഷ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. എന്താണ് ഇന്റഗ്രേറ്റഡ്, ഏകീകൃതവും അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി അല്ലേ. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രത്യേകത എന്താണ്, ഇന്ത്യൻ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്റീവിൽ നിന്നും എന്താണ് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് പ്രകാരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ ഒരു ഏകീകൃത സ്വഭാവമുള്ളതുമാണ് നമ്മുടെ ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് നമ്മുടെ ഇന്ത്യയുടേതെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ഏകീകൃത സ്വഭാവമുള്ള നീതിന്യായ വ്യവസ്ഥയാണ്. എക്സിക്യൂട്ടീവും ലെജിസ്ലേഷനും എന്താണ് സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ വരുന്നത്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്. പരമോന്നത കോടതിയായിട്ട് എന്താണ് സുപ്രീം കോടതി നമുക്ക് വരുന്നുണ്ട് അല്ലേ. ആ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇത് കൂടി നമുക്ക് ഇവിടെ പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് എ ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ആസ് വെൽ ആസ് ഇൻഡിപെൻഡന്റ്. എന്താണ് ഏകീകൃത സ്വഭാവം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡന്റുമാണ്. എന്തിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്, എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേറ്റീവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആണ്. ദ സുപ്രീം കോർട്ട് സ്റ്റാൻഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി. നമ്മുടെ ഏകീകൃത ജുഡീഷ്യൽ സിസ്റ്റം ഹയസ്റ്റ് എന്താണ് സുപ്രീം കോടതി വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഹൈക്കോടതി വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ജില്ലാ കോടതികൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു ഏകീകൃത സ്വഭാവം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി വരുന്നുണ്ട് അല്ലേ. സുപ്രീം കോടതി കഴിഞ്ഞാൽ പിന്നെ ഒരു കോർട്ടില്ല. നമുക്കിപ്പോൾ ജില്ലാ കോടതിയിൽ ഒരു കേസ് കൊടുത്തു, ആ ഒരു കേസ് നമുക്ക് എതിരായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച വിധി വന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചലഞ്ച് ചെയ്തിട്ട് എന്താണ് ഹൈക്കോടതിയിലേക്ക് പോകാം. അവിടുന്ന് നമുക്ക് എന്താണ് വിധി അനുകൂലം അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തിട്ട് ആ ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടെ സുപ്രീം കോടതിയിലേക്ക് പോകാം അല്ലേ. ബിലോ there is a high court at the state level. സംസ്ഥാന ലെവൽ എന്താണ് ഹൈക്കോടതികൾ വരുന്നുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞാൽ ഹൈക്കോടതി വരുന്നുണ്ട്. അണ്ടർ എ ഹൈക്കോടതി there are hierarchy of subordinate courts, that is district courts and other lower courts. മറ്റ് ലോവർ കോർട്സും ഡിസ്ട്രിക്ട് കോർട്ടും കാര്യങ്ങളായിട്ട് ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി എന്താണ് സുപ്രീം കോടതി, അതിൻ്റെ താഴെ ഹൈക്കോടതി, അതിൻ്റെ താഴെ ജില്ലാ കോടതികൾ, അതിൻ്റെ താഴെ സബോർഡിനേറ്റ് കോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ദിസ് സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്സ് എൻഫോഴ്സസ് ബോത്ത് അറ്റ് സെൻട്രൽ ലെവൽ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ലോസ്. സെൻട്രൽ ലോസിലും അതുപോലെ സ്റ്റേറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ഈ പറയുന്ന സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്സ് വരുന്നുണ്ട്. അൺലൈക്ക് ഇൻ USA where the federal laws are enforced by the federal judiciary and the state laws are enforced by state judiciary. അമേരിക്ക നോക്കുന്ന സമയത്ത് എന്താണ് സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ജുഡീഷ്യറി വരുന്നുണ്ട്, സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ജുഡീഷ്യറി വരുന്നുണ്ട്. നമുക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉള്ളതുപോലെ തന്നെയാണ്. ബട്ട് എന്താണ് ഹൈക്കോടതി ഈ ഒരു സുപ്രീം കോടതി എന്താണ് കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. അതുപോലെയല്ല അമേരിക്കയുടെ അത് വരുന്നത്. ചലഞ്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ആ ഒരു സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട ഫെഡറൽ ജുഡീഷ്യറിയും വരുന്നുണ്ട്, സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ജുഡീഷ്യറിയും വരുന്നുണ്ട്. നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതി പോലെ തന്നെ. ബട്ട് ഒരു ഏകീകൃത സ്വഭാവം അവിടെ വരുന്നില്ല. ദ സുപ്രീം കോർട്ട് ഈസ് എ ഫെഡറൽ കോർട്ട്. നമ്മുടെ ഇന്ത്യയിലെ ഫെഡറൽ കോർട്ട് ഏതാണ്, സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടാണ്. സുപ്രീം കോർട്ട് ഈസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. നമുക്ക്
അപ്പീൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന, ഇന്ത്യയിൽ അപ്പീൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ദ ഗ്യാരന്റിയർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനാപരമായിട്ട് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ, മൗലിക അവകാശങ്ങളുടെ ഗാർഡിയനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഗാർഡിയനാണ് സുപ്രീം കോടതി. നമ്മൾ ആ രീതിയിലാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ DPSP, അതുപോലെ മറ്റു കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും ഇന്ന് ആരംഭിക്കുന്നില്ല. ഇന്ന് അത്രയും കാര്യങ്ങൾ ആരംഭിച്ചാൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരുപാട് സമയം അതിനുവേണ്ടി നമുക്ക് എടുക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രഷ് സ്റ്റാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാം. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. അത് അടുത്തൊരു ക്ലാസ്സോടുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തൊരു ക്ലാസ്സോടുകൂടെ പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും 10 കാര്യങ്ങളുണ്ട്. സോ ആ ഒരു 10 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പരമാവധി തീർക്കാൻ വേണ്ടി ഞാനൊന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് പറയാൻ വേണ്ടി തന്നെ ശ്രമിക്കും. എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കും. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.